നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ക്രിസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുക. ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ സ്വർഗത്തിലെ കർത്താവ് നൽകിയ അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ്. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ വലുതും ചെറുതുമായ ആവശ്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ വഹിക്കുകയും മറയ്ക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വാക്കാണ് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള കഷ്ടതകളോ പ്രയാസങ്ങളോ ഒന്നും കാര്യമാക്കേണ്ട. ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മീതെ പ്രവർത്തിക്കുന്നൊരു ദൈവം നിങ്ങൾക്കുണ്ട്. ആ ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല, നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് വേദപുസ്തകത്തിൽ വ്യക്തവും ശക്തവുമായി പറയുകയാണ്. ദൈവത്തിൻ്റെ മക്കളോട് ഇന്ന് രാവിലെ എനിക്ക് പറയാനുള്ളത്, കഷ്ടതയിൽ സന്തോഷിക്കാൻ ദൈവത്തോട് കൃപ ചോദിച്ചു വാങ്ങണം. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞു, ഈ ശൂലം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ, ഈ കഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. പൗലോസിനോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയെ തികയ്ക്കുന്നതാണ്, ബലഹീനതകളെ മറയ്ക്കുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും കഷ്ടതയുണ്ട്, എല്ലാവർക്കും പോരും പോരാട്ടവും ബന്ധനവും ഒക്കെ ഉണ്ട്. ആരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവർ ഈ ഭൂമി ജനിച്ചിട്ടില്ല. ഒന്നല്ലെങ്കിൽ മറ്റു പല നിലയിൽ ഓരോ പ്രശ്നങ്ങളിൽ കൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മുടെ എല്ലാം കഷ്ടതകൾക്ക് വ്യത്യസ്തതയുണ്ടെന്ന് മാത്രം. നമുക്കുള്ളതല്ല മറ്റൊരാൾക്കുണ്ടാകുന്നു, മറ്റൊരാൾക്കുണ്ടാകുന്ന പ്രശ്നമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാം വ്യത്യസ്തമാണ്. എങ്കിലും ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഈ കഷ്ടതയ്ക്കകത്ത് നിൽക്കാൻ ഒരു ദൈവകൃപ നമ്മൾ ചോദിച്ചു വാങ്ങണം. നമുക്ക് സ്വയമേ നിൽക്കാൻ പറ്റത്തില്ല പ്രിയരെ. ഇത് ചൂടേറിയ ഒരു മരുഭൂമി യാത്രയാണ്. ഈ യാത്രയിൽ ക്ഷീണിച്ചു പോകാം, തളർന്നു പോകാം, നമ്മൾ പരാജയപ്പെട്ടെന്നിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ, ഈ ഓട്ടം ഓടി അങ്ങ് ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തണമെങ്കിൽ ദൈവകൃപയില്ലാതെ പറ്റത്തില്ല. ജീവിതത്തിൽ ദൈവകൃപ ചോദിച്ച് ദൈവത്തോട് വാങ്ങണം. ദൈവത്തോട് പറയണം, കർത്താവേ, ഈ ഭൂമിയിൽ ഈ ചൂടേറിയ അനുഭവത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടും എൻ്റെ മിടുക്കുകൊണ്ടും എൻ്റെ വാക്ക് ചാതുര്യം കൊണ്ടും ഒക്കെ മാക്സിമം ഒക്കെ ഞാൻ പിടിച്ചു നോക്കി, പക്ഷെ നടക്കുന്നില്ല. അങ്ങ് അവിടുത്തെ കൃപ എൻ്റെ മേലൊന്ന് ചൊരിയണമേ എന്ന് ദൈവത്തോടൊന്ന് ചോദിക്കണം. കർത്താവ് നിങ്ങളുടെ മേൽ കൃപ പകരും. കഷ്ടതയിൽ നിലനിൽക്കാനുള്ള ദൈവകൃപ ദൈവം നിങ്ങൾക്ക് തരും. ആരോ പറഞ്ഞതുപോലെ, കഷ്ടത നിങ്ങളുടെ അവസാന വാക്കല്ല പ്രിയരെ. അതിനപ്പുറത്തും നിങ്ങൾക്കൊരു വഴിയുണ്ട്, ഒരു വാതിലുണ്ട്. ഏലിയാവ് എന്ന് പറയുന്ന ഒരു പഴയ നിയമ പ്രവാചകനെ നമുക്കറിയാമല്ലോ. ഇസബേൽ എന്താ പറഞ്ഞേ? നാളെ ഈ നേരത്ത് നിന്നെ വെട്ടി കൊന്നുകളയും. ആ ഒരു വലിയ വേദന തൻ്റെ ജീവിതത്തിൽ കയറിയപ്പോൾ താൻ നിരാശനായി. ആ കഷ്ടതയിൽ ചുരച്ചിൻ്റെ ചുവട്ടി കിടന്നിട്ട് ഏലിയാവ് പറയുക, എനിക്ക് മരിക്കണം, എന്നെ അങ്ങ് എടുത്തുകൊള്ളണം. ഇസബേലിൻ്റെ വാളിൻ്റെ വാൽത്തലിൽ വീഴുന്നതിനേക്കാൾ നല്ലത് അങ്ങ് എന്നെ അങ്ങ് എടുക്കുന്നത് നല്ലത്. ഞാൻ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനൊന്നും അല്ല, ഞാൻ ഒന്നുമില്ലാത്തവനാ, എന്നെ എടുക്കണേ എന്ന് പറഞ്ഞ് ആ വെല്ലുവിളിയുടെ മുമ്പിൽ ഏലിയാവ് പൊട്ടിക്കരയുകയാണ്. എന്നാൽ ഏലിയാവ് അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല.
ആ കഷ്ടതയുടെയും വെല്ലുവിളിയുടെ മുമ്പിൽ ഏലിയാവ് അവസാനിച്ചില്ല. ഏലിയാവ് വീണ്ടും ഓടി. ദൈവം അവനെ വീണ്ടും ഓടിപ്പിച്ചു. അവന് അടയും വെള്ളവും കൊടുത്ത് തട്ടി ഉണർത്തി ബലം കൊടുത്ത് അവനെ ഓടിപ്പിച്ചു. ദൂരയാത്രയുണ്ടെന്ന് പറഞ്ഞു. ചിലരെ അഭിഷേകം ചെയ്യാൻ, ചില പുരോഹിതന്മാരെ, ചില പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാൻ നിനക്ക് ദൂരയാത്രയുണ്ട് എന്ന് പറഞ്ഞ് ഏലിയാവിനെ വീണ്ടും ഓടിപ്പിച്ചൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടം കൊണ്ടൊന്നും നിങ്ങളുടെ അവസാനമല്ല കേട്ടോ. ആരോ പറഞ്ഞു ഇവിടം കൊണ്ട് ഞാൻ തീരുക, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, എൻ്റെ മരണമായി, ഇനി എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, ഞാൻ തീർന്നു, ഇനി ഞാൻ ഗതി പിടിക്കില്ല, എൻ്റെ മക്കൾക്കൊരു വഴി തുറക്കില്ല എന്ന് നിരാശയിൽ നീ പറഞ്ഞു കാണും. എന്നാൽ ഇന്ന് രാവിലെ കേൾക്കൂ, ഇവിടം കൊണ്ടൊന്നും നീ തീരത്തില്ല. നിന്റെ മുമ്പിൽ ഒരു ദൂരയാത്രയുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഓടേണ്ടതുണ്ട്. ഇനിയും നിങ്ങൾ ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് തിരിച്ചറിയാൻ സമയമാകുന്നു. കർത്താവ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. അപ്പോൾ കഷ്ടത വരുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിരാശപ്പെട്ടു പോകരുത്. ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ, യേശുവിനെ ആരാധിക്കുന്ന, ജീവനുള്ള കർത്താവിനെ ആരാധിക്കുന്ന, ഉയർത്തെഴുന്നേറ്റ കഷ്ടങ്ങളെ ജയിച്ച യേശുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, എല്ലാവരുടെയും കാര്യമല്ല, യേശുവിനെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ കഷ്ടതയെ നീ പതറിപ്പോകരുത്. കാരണം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തും നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും, ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. വന്നേക്കുമെന്നല്ല പറഞ്ഞ്, ഉണ്ട്. കൺഫേം ചെയ്ത് പറയുക. യേശു പറയുക, നിങ്ങൾക്ക് ഈ ഭൂമി കഷ്ടതയുണ്ടെന്നേ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വേദനയുണ്ടെന്നേ. പക്ഷെ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശപ്പെടരുത്, ധൈര്യപ്പെട്ടിരിക്കുക. നിങ്ങൾ ഒന്നിനാലും ഭാരപ്പെടരുത്. എൻ്റെ ഗതി ഇങ്ങനെ ആയല്ലോ, ഞാനിങ്ങനെ ആയല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയല്ലോ, എൻ്റെ കുടുംബം ഇങ്ങനെ ആയല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് ആ പടുകുഴി കിടക്കാതെ നിങ്ങളൊന്ന് നിവർന്ന് നിന്നിട്ട് നിങ്ങളെ കഷ്ടതയ്ക്കകത്ത് ദൈവത്തോട് കൃപ ചോദിച്ചു വാങ്ങി, ആ കൃപ നിങ്ങളുടെ മേലൊന്ന് വന്നു കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചാടി എഴുന്നേറ്റ് ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് ആ പ്രതികൂലങ്ങളെ ജയിക്കാനുള്ള ഒരു പുതിയ ശക്തിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക ആകാണ് വേണ്ടത്. അതാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടാൻ. യേശു ചങ്കത്ത് കൈവച്ച് പറയുക, ഞാനേ ലോകത്തെ ജയിച്ചവനാ, ഞാൻ ജയിച്ച ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു ശക്തിക്ക് നിങ്ങളെ മുക്കാൻ പറ്റില്ല, ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ പറ്റില്ല. ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളും ജയിച്ചിരിക്കും. അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏത് കഷ്ടത വന്നാലും നിങ്ങൾ നിരാശപ്പെടരുത്. പഴയ നിയമത്തിലെ ഒരു ഭക്തനുണ്ട്, ഹബക്കുക്ക്. ഹബക്കുക്കിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ കയറി വന്നു. ഹബക്കുക്ക് അവിടെ പതറിപ്പോയില്ല. ഹബക്കുക്ക് പറഞ്ഞതെന്താ നോക്കൂ, ഹബക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം, ഒന്ന് കേട്ടു. ആ വാക്യം ഇങ്ങനെയാണ്: അത്തി തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. കണ്ടോ ഹബക്കുക്കിൻ്റെ കാലത്തെ പ്രയാസം കണ്ടോ? ഇതൊക്കെ നശിക്കുമെന്ന്, ഇതൊക്കെ ഇല്ലാതെ പോകുമെന്ന്, ഇത് ഫലം തരത്തില്ലെന്ന്, ഇതൊക്കെ ചത്തുപോകുമെന്ന്. നോക്കുക, അത്തിവൃക്ഷത്തിൻ്റെ ഫലം തരത്തില്ല, മുന്തിരിവള്ളിയുടെ അനുഭവം കിട്ടത്തില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം എന്ത് ചെയ്യും, നിഷ്ഫലമായി പോകും, നിലങ്ങളിൽ ആഹാരം അത് വിതച്ചാൽ അത് വിളവ് തരത്തില്ല, ആട്ടിൻകൂട്ടം നശിച്ചു പട്ടിണി കിടന്ന് ചത്തുപോകും, കന്നുകാലികൾ ചത്തുപോകും. ഇതൊക്കെ ഹബക്കുക്കിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹബക്കുക്ക് പറയുകയാണ്, ഇതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും 18-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഭക്തൻ പറയുക എങ്കിലും. നിങ്ങളെ പദം കണ്ടോ? ആ പദം നിങ്ങൾ കേട്ടെ, എങ്കിലും. ഇത്രയും കഷ്ടതയിൽ കൂടെ തൻ്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുമ്പോൾ ഭക്തൻ പറയുക എങ്കിലും. ആ പദം ഇന്ന് പകൽ നിങ്ങൾ നോട്ട് ചെയ്തോണം. എങ്കിലും എന്താ സംഭവിക്കുക? ഞാൻ യഹോവയിൽ ആനന്ദിക്കും. കണ്ടോ, ഇതാണ് ക്രിസ്തു ഭക്തൻ്റെ പ്രത്യാശ എന്നുള്ളത്. ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളുടെ പ്രത്യാശ ഇതാണ്. എല്ലാം ആയിട്ട്, എല്ലാം ഉണ്ടായിട്ട്, എല്ലാം നടന്നിട്ട്
ഞാൻ ദൈവത്തെ സേവിക്കാമെന്ന് പറയുന്നത് ക്രിസ്തുഭക്തനല്ല. ഒന്നുമില്ലെങ്കിലും, പട്ടിണി കിടക്കേണ്ടി വന്നാലും, വാടക വീട്ടിൽ കിടക്കേണ്ടി വന്നാലും, കടം കയറി തലയ്ക്ക് നിന്നാലും, മക്കളുടെ വിഷയത്തിനൊരു വഴി തുറന്നില്ലെങ്കിലും, വിവാഹം നടന്നില്ലെങ്കിലും, ഭർത്താവിന് ജോലി കിട്ടിയില്ലെങ്കിലും, ജീവിതത്തിലെ ദാരിദ്ര്യം മാറിയില്ലെങ്കിലും, എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും കഷ്ടതകളും ജീവിതത്തിൽ വരുമ്പോൾ അതിനകത്ത് സന്തോഷിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ കൃപ നിങ്ങൾ ഏറ്റെടുക്കണം. ഇവിടെ അത്തിവൃക്ഷം ഫലം കൊടുക്കാതെ ഇരിക്കുമ്പോൾ, മുന്തിരിവള്ളി അതിൻ്റെ അനുഭവം നൽകാതെ ഇരിക്കുമ്പോൾ, ഒലിവൃക്ഷം അതിൻ്റെ പ്രയത്നം അത് നിഷ്ഫലമായി പോകുമ്പോൾ, ആട്ടുംകുട്ടികളും കന്നുകാലികളും ഒക്കെ ചത്തുപോകുമ്പോൾ, നിലത്തിലെ ഫലങ്ങൾ അവന് ഭക്ഷിക്കുവാൻ കഴിയാതെ, ഫലമെടുക്കുവാൻ കഴിയാതെ ഞെരുക്കങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും ഭക്തൻ അതിനകത്ത് സന്തോഷിക്കുക, ഭക്തൻ അതിനകത്ത് ഉറപ്പ് പ്രാപിക്കുക. ആ അനുഭവത്തിൽ, കഷ്ടതയിൽ സന്തോഷിച്ചുകൊണ്ട് ഭക്തൻ പറയുക, എങ്കിലും ഇതൊക്കെ വന്നതുകൊണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യത്തില്ല, തള്ളിപ്പറയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ നേരിട്ടത് കൊണ്ട് എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ പറിച്ചു കളയാൻ ഇവയ്ക്കൊന്നും പറ്റത്തില്ല. ആമേൻ. ഇന്ന് രാവിലെ എത്ര പേര് പറയും, എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന പ്രയാസങ്ങളുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ ഒരു ഭാരമായി നിൽക്കുകയാണ്, ഇന്ന ഇന്ന കാര്യങ്ങൾക്കൊരു വിടുതൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. രക്ഷിക്കപ്പെട്ട സമയം മുതൽ, സ്നാനപ്പെട്ട സമയം മുതൽ, അഭിഷേകം പ്രാപിച്ച സമയം മുതൽ, ജനിച്ച ഓർമ്മ വെച്ച സമയം മുതൽ ഞാൻ അനുഭവിക്കുന്ന ഈ വേദന, ഞാൻ ഒത്തിരി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു, നിലവിളിച്ചു, എന്നിട്ടും എനിക്കൊരു വിടുതൽ കിട്ടാതെ ഞാൻ നിരാശയിൽ കഴിയുമ്പോൾ ഇതിനകത്തും എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അതെൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിലാണ്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദൈവസ്ഥനിൽ ഓടി വരരുത്. ആ പ്രതിസന്ധിക്കകത്തും ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ആ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഉറപ്പും ധൈര്യവും വരുമ്പോഴാണ് ഹബക്കൂക്ക് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ പറ്റണം, കഷ്ടതയിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റണം, എങ്കിലും ഞാൻ യഹോവയെ ആനന്ദിക്കും, എങ്കിലും ഞാൻ യഹോവയെ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തെ ഘോഷിച്ചുല്ലസിക്കും. ഞാൻ ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ചില വെല്ലുവിളിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ സന്ദേശം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. പൗലോസിൻ്റെ കൈയിൽ ചങ്ങല കിടക്കുമ്പോഴും, അവൻ്റെ കാല് ബന്ധിക്കപ്പെട്ട് നിവർന്നു നിൽക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴും, ഫിലിപ്പിയ സഭയെ നോക്കി പൗലോസ് പറഞ്ഞത്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ സന്തോഷിപ്പീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമെന്നാണ് അവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ക്രിസ്തു ഭക്തൻ്റെ ജീവിതത്തിൽ ഒന്ന് മാറുമ്പോൾ മറ്റ് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരും. കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. നമ്മോട് ശരിക്കും ഫൈറ്റിംഗ് കാണും. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന, കർത്താവിന് വേണ്ടി നിൽക്കുന്ന മക്കൾക്ക് ഫൈറ്റിംഗ് കൂടുതലായിരിക്കും. പക്ഷെ അതിനകത്ത് പോരാളിയെപ്പോലെ നെഞ്ചും വിടർത്തി നിൽക്കണമെങ്കിൽ, തലയെടുത്ത് നിൽക്കണമെങ്കിൽ, പരാജയപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ പൗലോസ് കൃപ പ്രാപിച്ചതുപോലെ കൃപ ചോദിച്ച് ദൈവത്തോട് പ്രാപിക്കണം. ഈ രാവിലെ കൃപ ചോദിച്ച് ദൈവത്തോട് പറ, കർത്താവേ, ഇതിനകത്ത് നിൽക്കാൻ എനിക്കൊരു കൃപ വേണം, ഇതിനകത്ത് സന്തോഷിക്കാൻ എനിക്ക് കൃപ വേണം. ഹബക്കൂക്കിൻ്റെ ജീവിതത്തിൽ ആ ദൈവകൃപ താൻ പ്രാപിച്ചിട്ട് പറയുകയാണ്, ഇതൊക്കെ നശിച്ചാലും എങ്കിലും, ഇതിൻ്റെ ഫലമൊന്നും കിട്ടിയില്ലെങ്കിലും യഹോവയെ ഞാൻ ആനന്ദിക്കും. എന്തോ ചെയ്യും? ആനന്ദിക്കും. യഹോവയോട് ചെന്ന് പറയുന്നാണോ പറഞ്ഞ്? യഹോവയുടെ സങ്കടം ബോധിപ്പിക്കുന്നെന്നോ പറഞ്ഞ്? അല്ല, സങ്കടം ബോധിപ്പിക്കും, ദൈവത്തോട് എൻ്റെ കാര്യങ്ങൾ പറയും എന്നല്ല. അവിടെ ഹബക്കൂക്ക് പറഞ്ഞത്, ഞാൻ യഹോവയിൽ ആനന്ദിക്കുമെന്ന, സന്തോഷിക്കുമെന്ന. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുക, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ നിരാശപ്പെട്ടിരിക്കരുത്, നിങ്ങൾ മുഖം വാടിയിരിക്കരുത്. നിങ്ങളുടെ മുമ്പിൽ ദൈവം വഴി തുറക്കും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുക ചെയ്യരുത്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണെങ്കിലും, സാമ്പത്തിക വിഷയമാണെങ്കിലും, കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണെങ്കിലും, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവം നീക്കുപോക്കോടുകൂടെ കാര്യങ്ങൾ ചെയ്തു തരും.
ഇന്ന് രാവിലെ അടയപ്പെട്ട വാതിലുകൾ തുറക്കട്ടെ. ചില ഞെരുക്കങ്ങൾ വഴിമാറട്ടെ. ചില സാമ്പത്തിക പ്രതിസന്ധികൾ വഴിമാറട്ടെ. കടഭാരങ്ങൾ, മാസം കൊടുത്തു തീർക്കേണ്ട, അടച്ചു തീർക്കേണ്ട ബാധ്യതകൾ വഴിമാറട്ടെ. പുതിയ ചില വഴികൾ, വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ. ചില കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ. ദൈവത്തിൻ്റെ നീതിയുടെ കരങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ മറയ്ക്കട്ടെ. ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ഞാൻ പറയുകയാണ്, കഷ്ടതയിൽ നിങ്ങൾ സന്തോഷിക്കണം, പ്രശ്നങ്ങളിൽ നിങ്ങൾ ആനന്ദിക്കണം. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഒരിക്കലും നിങ്ങൾ ഞെരുങ്ങിപ്പോകരുത്. നമ്മുടെ വേദനകൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ കാര്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. കാരണം വേദപുസ്തകത്തിൽ പറയുന്നു, 2 പേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും അത് കർത്താവ് നമുക്ക് ചെയ്തു തരും. ഒരു യൂണിറ്റി, പ്രാർത്ഥനയിലൊരു യൂണിറ്റി, സാർത്ഥത കാണിക്കല്ല. എനിക്ക് മാത്രം, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ചുമൽ കൊടുക്കണം. അങ്ങനെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാവിലെ കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഈ മെസ്സേജിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കുറിച്ചിടുക. ഈ മെസ്സേജിന് ശേഷം രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യും. എത്ര പേര് മെസ്സേജ് എഴുതി അയക്കുന്നു, അതിനെല്ലാം ആ ഓരോ മെസ്സേജും ഞാൻ വിരൽ ചൂണ്ടി ഞാൻ സ്തോത്രം ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഒത്തിരി പ്രിയപ്പെട്ടവർ രോഗികളായിട്ടുണ്ട്, ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊരു വിടുതൽ കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരുതൽ ഇന്ന് പകൽ നമ്മുടെ മേൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എത്ര പ്രാർത്ഥിക്കും? കഷ്ടത്തിൽ എത്ര പേർ സന്തോഷിക്കും? ഞെരുക്കങ്ങളിൽ സന്തോഷിക്കാൻ, ദൈവത്തോട് ആനന്ദിക്കാൻ, ആ കൃപ ചോദിച്ചു വാങ്ങാൻ എത്ര പേർ തയ്യാറാണ്? ദൈവം നിങ്ങളെ ഇന്ന് പകൽ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂട്ടത്തിൽ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഇളയ മകൻ കഴിഞ്ഞ 2-3 ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവന് ശാരീരികമായി സുഖമില്ലാതെ ഭാരപ്പെടുകയാണ്. പൂർണ്ണമായ സൗഖ്യത്തോടു കൂടെ എത്രയും പെട്ടെന്ന് ഭവനത്തിൽ മടങ്ങി വരാൻ വേണ്ടി, അതിനുവേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതം ചെയ്യും. നമ്മുടെ കർത്താവ് വലിയവനാണ്. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം. പിതാവേ, ഞങ്ങളോട് പറഞ്ഞ ദൈവിക ശബ്ദത്തിനായി സ്തോത്രം. കഷ്ടതയിൽ ഞങ്ങൾ സന്തോഷിക്കാൻ, എന്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടോ അതൊന്നും കാര്യമാക്കാതെ എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കുമെന്ന് ഹബക്കുക്ക് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. മത്തായിയുടെ സുവിശേഷത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ഈ ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിൽ ഞങ്ങൾക്ക് വലിയൊരു പ്രതിഫലമുണ്ട്. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോരുകൾ വിട്ടുമാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. വിശേഷാൽ ഹോസ്പിറ്റലായിരിക്കുന്ന യോശുവമ്മന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ കടന്നു വരാൻ കർത്താവ് സഹായിക്കണം. എല്ലാ പനിയുടെ അസ്വസ്ഥതകളെയും കർത്താവെ, മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം കർത്താവ് മാറ്റി ഇന്ന് ഞങ്ങൾ ഒരുമിച്ച്, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് യോശുവമ്മന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ സൗഖ്യമാക്കണമേ. വഴികളും വാതിലുകളും തുറക്കണമേ. ദൈവിക പദ്ധതി വെളിപ്പെടുത്തണമേ. ഞങ്ങളുള്ള ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുമാറാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യമായിട്ടിരിക്കൂ. നമ്മുടെ കഷ്ടതയിൽ തളർന്നു പോകരുത്. സന്തോഷിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇത് നമ്മുടെ അവസാനമല്ല. ഇനിയും ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ഇനിയും മുമ്പോട്ട് പോകാനുണ്ട്. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലിൻ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള
പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ജീവിതത്തിൽ ഒരു വിടുതല കിട്ടാൻ കഴിയാതെ എവിടെയോ ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.